വിപിൻ, CPIM-ന്റെ ചർച്ചകൾ തുടരുകയാണ്. സ്വരാജിന് സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒപ്പം ഷറോണ റോയിയെയും പരിഗണിക്കുമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത്? UDF-നെ നിരീക്ഷിച്ചു വരുന്നു എന്ന് പറയുമ്പോഴും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാനുള്ള സമയമൊക്കെ ആയില്ലേ? അതെ, ഇതേ ചോദ്യത്തിന് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് സമയമുണ്ടല്ലോ, അത് 2-ം തീയതിക്ക് ഉള്ളിൽ മതിയല്ലോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ വെള്ളിയാഴ്ച തന്നെ, അതായത് 30-ം തീയതിയാണ് ആ നിർണായകമായിട്ടുള്ള ദിവസം. CPM ഇവരുടെ കൊടിയിൽ തന്നെ ഇവിടെ ഒരാളെ നിർത്തുമോ, അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമോ, അതോ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിരിക്കുമോ എന്നുള്ളതാണ് ഈ ഒരു രാഷ്ട്രീയ ആകാംക്ഷയുള്ളത്. കാരണം കുഞ്ഞാലിക്ക് ശേഷം ആരും തന്നെ ഇവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടില്ല. ഒരു സ്വതന്ത്രന്മാരെയാണ് എല്ലാ തവണയും പരീക്ഷിച്ചത്. കഴിഞ്ഞ തവണയും PV അൻവർ ആയിരുന്നു. PV അൻവറിന് ശേഷം ഇപ്പോൾ ഇവിടുത്തെ മുതിർന്ന നേതാവായിട്ടുള്ള CPM-ന്റെ TK ഹംസ തന്നെ കഴിഞ്ഞ ദിവസം നമ്മോട് പറഞ്ഞത് ഇനി സ്വതന്ത്രന്മാരെ പരീക്ഷിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ജാഗ്രത പാലിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം ആരായിരിക്കും എന്നത് സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെ ഒരു ആകാംക്ഷ തെറിയുന്നുണ്ട്. ആര്യടൻ ഷൗക്കത്താണ് UDF ക്യാമ്പിന്റെ സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു മുതിർന്ന നേതാവ് തന്നെ ഇവിടെ വേണം എന്നുള്ളൊരു ആവശ്യം CPM-നെ സംബന്ധിച്ച് അണികൾക്കിടയിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അങ്ങനെയാണ് എം സരോജിന്റെ പേര് സജീവമായി തന്നെ ഉയർന്നു വന്നത്. അപ്പോൾ അതിനുശേഷം ഷറോണ റോയി ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. വഴിക്കടവ് ഡിവിഷനാണ്, അത് കോൺഗ്രസിന്റെ ഒരു ഉറച്ച സ്ഥലമായിരുന്നു. അവിടെ നിന്നൊരു അട്ടിമറി വിജയമാണ് ഷറോണ റോയി നേടിയത്. പക്ഷേ അവർ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആ ഒരു വലിയ മത്സര ചൂടിലേക്ക് എത്താൻ കഴിയുമോ എന്നൊരു ആശങ്ക മറ്റ് നേതാക്കൾക്കുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സജീവ ചർച്ച ഇപ്പോഴും CPM-നെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. BDJS-ന്റെ സ്ഥാനാർത്ഥി കൂടി 2 ദിവസത്തിനകം വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വിപിൻ സി വിജയനും ഒപ്പം റാഫി കരീമുമാണ് നിലമ്പൂരിൽ വിശദാംശങ്ങൾ നൽകിയത്.